ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ലൂപ്പിംഗ്. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോസിൽ നമ്മൾ കവർ ചെയ്തുകൊണ്ടിരുന്നത് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ബ്രാഞ്ചിങ് ആയിരുന്നു, അല്ലെങ്കിൽ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരുന്നു. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. സോ വാട്ട് ഈസ് ലൂപ്പിംഗ്? ലൂപ്പിംഗ് മീൻസ് എക്സിക്യൂട്ടിംഗ് എ സെഗ്മെൻറ്റ് ഓഫ് പ്രോഗ്രാം റിപ്പീറ്റഡ്ലി. അതായത് ഒരു പ്രോഗ്രാം സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സീക്വൻസ് ഓഫ് പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ്സ് അതിനെ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണതിനെയാണ് നമ്മൾ ലൂപ്പ് ചെയ്യുക എന്ന് പറയാം. അപ്പോൾ ഒരു ലൂപ്പ് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഞാൻ ഈ താഴെ കോഡ് എഴുതിയിരിക്കുന്നത്. അതായത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും വെച്ചിട്ടല്ല, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഗോ ടു എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചിട്ടുണ്ട് ബ്രാഞ്ചിങ്ങിന്. ആ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഒരു ലൂപ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലൂപ്പിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നാണ് കാണിക്കുന്നത്. നിങ്ങളൊരു ലൂപ്പിങ്ങിൻ്റെ പ്രോഗ്രാം വരുന്ന സമയത്ത് ഗോ ടു വെച്ചിട്ട് എഴുതരുത്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ലൂപ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. ലൂപ്പ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതിയത്. അപ്പോൾ ഇവിടെ നോക്കുക, രണ്ട് വേരിയബിൾസ് എടുത്തിട്ടുണ്ട്, കൗണ്ടും സമ്മും. അപ്പോൾ ഈ കൗണ്ട് എന്ന് പറഞ്ഞ വേരിയബിൾ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൂപ്പ് റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. അത്രയും തവണ ആയോ എന്ന് ഓരോ തവണ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 10 ടൈംസ് ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഓരോ തവണ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തും ഒരു കൗണ്ട് ഇങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോവുകയാണ്. അതായത് 10 ആയോ നമുക്കിങ്ങനെ നോക്കണം ഓരോ തവണ എക്സിക്യൂട്ട് ചെയ്തിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ എടുത്തിട്ടുള്ളത്. പിന്നെ സം എന്ന് പറഞ്ഞത് ഈ പ്രോഗ്രാമിനകത്ത് ജസ്റ്റ് ചെയ്യുന്നത് ഒരു 10 നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സം എന്നുള്ള വേരിയബിൾ എടുത്തത്. അപ്പോൾ ലൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ലേബൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഗോ ടുവിന് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്ന ലേബലാണ്. അപ്പോൾ ഇവിടെ ചെയ്തത് n എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ റീഡ് ചെയ്തു. ഒരു ഇൻറ്റിജർ വേരിയബിൾ, കംപ്ലീറ്റ് പ്രോഗ്രാം അല്ല, ഇത്രയും ലൂപ്പിൻ്റെ ആ സെക്ഷൻ മാത്രം ഒന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ മുന്നേ ഇതിന് ശേഷമൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവാം. അപ്പോൾ ആദ്യം n എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഒരു ഇൻറ്റിജർ വാല്യൂ റീഡ് ചെയ്തു. അതിനുശേഷം സം ഈക്വൽ ടു സം പ്ലസ് n എന്ന് പറഞ്ഞു. അതായത് സം ഇവിടെ 0 ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സമ്മിൻ്റെ കൂടെ n ആഡ് ചെയ്താൽ അപ്പോൾ നമുക്ക് n ആയിരിക്കും കിട്ടുക. ആ n-നെ സമ്മിലേക്ക് അസൈൻ ചെയ്തു. അതിനുശേഷം കൗണ്ട് പ്ലസ് പ്ലസ്, അതായത് കൗണ്ട് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു. അതായത് നമ്മളിപ്പോൾ ഒരു നമ്പർ റീഡ് ചെയ്തു, സമ്മിലേക്ക് ആഡ് ചെയ്ത് വെച്ചു, കൗണ്ട് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു. അപ്പോൾ കൗണ്ട് സ്റ്റാർട്ടിങ്ങിൽ 0 ആയിരുന്നു, അപ്പോൾ കൗണ്ട് ഇപ്പോൾ 1 ആവും. അതിനുശേഷം ഇഫ് കൗണ്ട് ലെസ് ദാൻ 10 നോക്കി, കൗണ്ട് ലെസ് ദാൻ 10 ആണ്, അത് 1 ലെസ് ദാൻ 10 ആണ്. അങ്ങനെയാണെങ്കിൽ ഗോ ടു ലൂപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ച് ലൂപ്പിൽ വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? സ്കാൻഎഫ്. അടുത്ത നമ്പർ റീഡ് ചെയ്യും. സം ഈക്വൽ ടു സം പ്ലസ് n. സമ്മിലിപ്പോൾ ഓൾറെഡി ആദ്യം റീഡ് ചെയ്ത നമ്പർ ഇവിടെ സമ്മിൽ വെച്ചിട്ടുണ്ട്. ദാറ്റ് സം പ്ലസ് n എന്ന് പറയുമ്പോൾ ഇപ്പോൾ റീഡ് ചെയ്ത വാല്യൂ അത് ആഡ് ചെയ്തിട്ട് അത് സമ്മിലേക്ക് തന്നെ വെക്കും. എന്നിട്ട് കൗണ്ട് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. കൗണ്ട് 2 ആവും. അത് കഴിഞ്ഞിട്ട് കൗണ്ട് ലെസ് ദാൻ 10 ആണെന്ന് നോക്കും, ആണ്, തിരിച്ചിങ്ങോട്ട് തന്നെ പോകും. മൂന്നാമത്തെ നമ്പർ റീഡ് ചെയ്യും. മൂന്നാമത്തെ നമ്പർ സമ്മിലേക്ക് ആഡ് ചെയ്ത് വെക്കും. കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്തു, 3 ആയി. കൗണ്ട് ലെസ് ദാൻ 10 ആണ്, ഇങ്ങോട്ട് തന്നെ വരും. അങ്ങനെ 10th നമ്പർ റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് 10th നമ്പറും സമ്മിലേക്ക് ആഡ് ചെയ്ത് വെക്കുന്നു. കൗണ്ട് 10 ആവണു. കൗണ്ട് ലെസ് ദാൻ 10 ആണോ നോക്കി, അല്ല, ആണെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് പറഞ്ഞിട്ടില്ല. അപ്പോൾ തൊട്ട് താഴത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ വരും പ്രിന്റ് എഫ് സം ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഈ വേരിയബിളിൽ നമ്മൾ n നമ്പേഴ്സ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സം ഇവിടെ പ്രിന്റ് ചെയ്യും. അപ്പോൾ ഇതുപോലെയാണ് ഒരു ലൂപ്പ് വർക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ഇത്രയും ആണ് ലൂപ്പിനകത്ത് വന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒരു സ്കാൻഎഫ് ഉണ്ട്, സം കണ്ടുപിടിക്കുന്നുണ്ട്, ഒരു കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ആ കൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഒരു കണ്ടീഷൻ എഴുതിയത്. അപ്പോൾ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യാൻ നമുക്ക് എപ്പോഴും ഒരു കണ്ടീഷൻ ഉണ്ടാവും. ഇതാണ് ബോഡി ഓഫ് ദി ലൂപ്പ് എന്ന് നമ്മൾ പറയാം. അതായത് ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അത് എക്സിക്യൂട്ട് ചെയ്യണോ വേണ്ടയോ തീരുമാനിക്കുന്നത് ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ്. അപ്പോൾ അതുപോലെ ആയിരിക്കും എല്ലാ ലൂപ്പുകളും ഉണ്ടാവുക. പക്ഷെ നമ്മൾ ഗോ ടു വെച്ചിട്ടല്ല ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ലൂപ്പിങ്ങിനുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വേറെ ഉണ്ട്, അത് വെച്ചിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് ലൂപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിക്യൂട്ട് എ സെഗ്മെൻറ്റ് ഓഫ് എ പ്രോഗ്രാം റിപ്പീറ്റഡ്ലി എന്നാണ് പറഞ്ഞത്. അതിനെ ഞാനൊന്ന് മോഡിഫൈ ആണ്. ഇറ്റ് ഇസ് ലൂപ്പിംഗ് മീൻസ് എ സീക്വൻസ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആർ എക്സിക്യൂട്ടഡ് റിപ്പീറ്റഡ്ലി അൺടിൽ സം കണ്ടീഷൻ ഫോർ ടെർമിനേഷൻ ഓഫ് ദി ലൂപ്പ് ആർ സാറ്റിസ്ഫൈഡ്. അതായത് നമുക്ക് ഒന്നോ അതിൽ കൂടുതലോ കണ്ടീഷൻസ് ഉണ്ടാവാം ഒരു ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കണ്ടീഷൻ ട്രൂ ആണോ എന്ന് നോക്കിയിട്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ആ സീക്വൻസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. എവിടെയെങ്കിലും വെച്ചിട്ട് ആ കണ്ടീഷൻ ഫോൾസ് ആവണ സമയത്ത് ആ എക്സിക്യൂഷൻ നമുക്ക് നിർത്താം. അപ്പോൾ അങ്ങനെ നമ്മൾ ലൂപ്പ് എഴുതുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലൂപ്പ് കണ്ടീഷൻ വേണം. ആ കണ്ടീഷൻ എപ്പോഴെങ്കിലും ഒന്ന് ഫോൾസ് ആവണം.
ആ കണ്ടീഷൻ ഫോൾസ് ആയില്ല എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇൻഫിനിറ്റ് ലൂപ്പ് എന്നാണ് പറയുക. ഫോൾസ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ സംഭവിക്കുക, ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും, അത് സ്റ്റോപ്പ് ചെയ്യില്ല. അപ്പം അതിന് നമ്മൾ ഇൻഫിനിറ്റ് ലൂപ്പ് എന്നാണ് പറയുക. അപ്പം ഇങ്ങനെ ഇൻഫിനിറ്റ് ലൂപ്പ് വരാൻ പാടില്ല. അപ്പം അതുകൊണ്ട് എപ്പോഴെങ്കിലും ഒരു സമയത്ത് ആ കണ്ടീഷൻ ഫോൾസ് ആയിരിക്കണം, അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് കൊടുക്കേണ്ടത്. ഇനി നമ്മളൊരു ലൂപ്പ് എടുക്കുകയാണെങ്കിൽ അതിൽ 2 സെഗ്മെന്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ബോഡി ഓഫ് ദി ലൂപ്പ് ആൻഡ് സെക്കൻഡ് സെഗ്മെന്റ് എന്ന് പറയുന്നത് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്. ബോഡി ഓഫ് ദി ലൂപ്പ് എന്ന് പറയുന്നതാണ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ ഈ എക്സാമ്പിളിൽ ഇത്രയും സ്റ്റേറ്റ്മെന്റ്സ് ആയിരുന്നു റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനെയാണ് നമ്മൾ ബോഡി ഓഫ് ദി ലൂപ്പ് എന്ന് പറയുക. പിന്നെ ആ ലൂപ്പിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. ഈ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ടെസ്റ്റ് സം കണ്ടീഷൻ and then directs the repeated execution of this body of the loop. അപ്പോൾ ബോഡി ഓഫ് ദി ലൂപ്പ് റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ആ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടാണ് തീരുമാനിക്കുക റിപ്പീറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന്. ആ കണ്ടീഷൻ എഴുതുന്ന പോർഷനാണ് ഈ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്. കണ്ടീഷനും എത്രയും ഭാഗമാണ് റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് മാർക്ക് ചെയ്യാം. ഇതൊക്കെ കൺട്രോൾ സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെ 2 സെഗ്മെന്റ് ആണ് ഒരു ലൂപ്പിനകത്ത് ഉണ്ടാവുക. ദെൻ ഡിപ്പെൻഡിങ് ഓൺ ദി പൊസിഷൻ ഓഫ് ദി കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ലൂപ്പിംഗ് കൺസ്ട്രക്ട്സിനെ അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ലൂപ്പിങ്ങിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എൻട്രി കൺട്രോൾഡ് ലൂപ്പ് ആൻഡ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. എൻട്രി കൺട്രോൾഡ് ലൂപ്പിന് നമ്മൾ വേറൊരു പേരും കൂടെ പറയാറുണ്ട്, പ്രീ ടെസ്റ്റ് ലൂപ്പ്. എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പിന് പോസ്റ്റ് ടെസ്റ്റ് ലൂപ്പ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ പേര് പറയും പോലെ തന്നെയാണ് അത് എന്താണെന്നുള്ളത്. അതായത് എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലൂപ്പിനകത്തേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്തായിരിക്കും ടെസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യുക. അതായത് നമ്മുടെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എഴുതുക, അതായത് അതിനകത്തുള്ള കണ്ടീഷൻ നമ്മൾ എഴുതുക ലൂപ്പിനകത്തേക്ക് എൻ്റർ ചെയ്യുമ്പോഴായിരിക്കും. അതായത് ആദ്യം ഒരു ലൂപ്പിനകത്തേക്ക് എൻ്റർ ചെയ്യാണ്, ആദ്യം ഒരു കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമാണ് ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യണു, ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണു. അതിനുശേഷം വീണ്ടും തിരിച്ച് കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് വരുന്നു, അത് ട്രൂ ആണെങ്കിൽ വീണ്ടും ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണു. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും എവിടെ വരെ, ഈ കണ്ടീഷൻ ഫോൾസ് ആവണ വരെ. കണ്ടീഷൻ ഫോൾസ് ആയാൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. അതായത് ലൂപ്പിന്റെ തൊട്ട് താഴെ ഏത് സ്റ്റേറ്റ്മെന്റ് ആണോ എഴുതിയിരിക്കുന്നത് അങ്ങോട്ട് പോകും. അതിനാണ് എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയുക. അപ്പോൾ എൻട്രി കൺട്രോൾഡ് എന്ന് പറയാൻ കാര്യം ബോഡി ഓഫ് ദി ലൂപ്പാണ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അതിനകത്തേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്താണ് കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യുക. അതുകൊണ്ടാണ് എൻട്രി കൺട്രോൾഡ് എന്ന് പറയുന്നത്. ഇനി എക്സിറ്റ് കൺട്രോൾഡ് എന്ന് പറഞ്ഞാൽ ലൂപ്പിനകത്തേക്ക് എൻ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നേരെ ബോഡി ഓഫ് ദി ലൂപ്പിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. അതായത് ബോഡി ഓഫ് ദി ലൂപ്പ് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യും, അത് കഴിഞ്ഞിട്ട് എന്ത് ചെക്ക് ചെയ്യും, കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും, പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യും. ട്രൂ ആണെങ്കിൽ വീണ്ടും ബോഡി ഓഫ് ദി ലൂപ്പ്, അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കണ്ടീഷൻ ഫോൾസ് ആവുന്ന സമയത്ത് എക്സിറ്റ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണ് ടെസ്റ്റ് കണ്ടീഷൻ എഴുതുന്നത്. ഇവിടെ ബോഡി ഓഫ് ദി ലൂപ്പിനകത്തേക്ക് കയറുന്നതിന്റെ മുന്നേ കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യും. ഇവിടെ ഒരു തവണ ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ആ ബോഡി ഓഫ് ദി ലൂപ്പ് ഒന്ന് പുറത്തേക്ക് കിടക്കും. അതായത് ലൂപ്പ് ഒന്ന് പുറത്തേക്ക് കിടക്കാൻ നേരത്താണ് കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന്, അതായത് ലൂപ്പ് ഒന്ന് എക്സിറ്റ് ചെയ്യാൻ നേരത്ത് കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയുന്നത്. ഇതിന് എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്നും പറയുന്നത്. ഇനി അപ്പോൾ ഒരു ലൂപ്പിംഗ് പ്രോസസ്സ് ജനറലായിട്ട് ഒരു ലൂപ്പിംഗ് പ്രോസസ്സിനകത്ത് വരുന്ന സ്റ്റെപ്സ് ആണിത്. ഇത് എൻട്രി കൺട്രോൾഡ് ലൂപ്പിലും എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പിലും ഇത് സ്റ്റെപ്പിന്റെ ഓർഡർ വ്യത്യാസം ഉണ്ടാവും. ജനറലായിട്ട് ഈ സ്റ്റെപ്സ് ആണ് വരിക. ഇങ്ങനെയൊന്നും അല്ലാതെയും നമുക്ക് ലൂപ്പ് എഴുതാം. അത് നിങ്ങൾ കൂടുതൽ എക്സാമ്പിൾസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ നോർമൽ ലൂപ്പ് എഴുതുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരിക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സെറ്റിംഗ് ആൻഡ് ഇനീഷ്യലൈസേഷൻ ഓഫ് എ കണ്ടീഷൻ വേരിയബിൾ. അപ്പം നേരത്തെ നമ്മൾ ആ സമ്മ് കണ്ടുപിടിക്കുന്ന പ്രോഗ്രാം എഴുതിയ സമയത്ത് കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ എടുത്തില്ലേ, ആ കൗണ്ട് എന്ന് പറഞ്ഞ വേരിയബിൾ വെച്ചിട്ടാണ് നമ്മൾ കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. ആ വേരിയബിളിനെയാണ്, അങ്ങനത്തെ വേരിയബിളിനെയാണ് നമ്മൾ കണ്ടീഷൻ വേരിയബിൾ എന്ന് പറയുക. അല്ലെങ്കിൽ നമ്മളതിനെ ലൂപ്പ് വേരിയബിൾ എന്നും പറയും. അതായത് ലൂപ്പിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേരിയബിൾ. അപ്പോൾ ഈ കണ്ടീഷൻ വേരിയബിളിനെ സെറ്റ് ചെയ്യാം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് ലൂപ്പിലേക്ക് കയറുന്നതിൻ്റെ മുന്നെയാണ് നമ്മൾ ചെയ്യുക, ലൂപ്പിൻ്റെ ഉള്ളിലല്ല സെറ്റ് ചെയ്യുക. അപ്പോൾ നേരത്തെ നമ്മൾ ലൂപ്പ് എന്ന് പറഞ്ഞ ലേബൽ എഴുതുന്നതിൻ്റെ മുന്നേ നമ്മൾ കൗണ്ട് 0 ആയിട്ട് സെറ്റ് ചെയ്തിരുന്നു. അതിനെയാണ് സെറ്റിംഗ് ആൻഡ് ഇനീഷ്യലൈസേഷൻ ഓഫ് കണ്ടീഷൻ വേരിയബിൾ എന്ന് പറയുന്നത്. ദെൻ എക്സിക്യൂഷൻ ഓഫ് ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സ് ഓർ എക്സിക്യൂഷൻ ഓഫ് ബോഡി ഓഫ് ദി ലൂപ്പ്. ആ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യുക, അതാണ് ഒരു സ്റ്റെപ്പ്. അത് കഴിഞ്ഞാൽ ടെസ്റ്റ് ഫോർ എ സ്പെസിഫൈഡ് വാല്യൂ ഓഫ് ദി കണ്ടീഷൻ വേരിയബിൾ. അതായത് കണ്ടീഷൻ വേരിയബിളിൻ്റെ വാല്യൂ ഏതെങ്കിലും ഒരു വാല്യൂ ആയോ എന്നായിരിക്കും ടെസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ചില സമയത്ത് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വെദർ ദി സ്പെസിഫൈഡ് നമ്പർ ഓഫ്
ടൈംസ് വെദർ ദിസ് ലൂപ്പ് ഹാസ് എക്സിക്യൂട്ടഡ്. അതായിരിക്കും ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ കണ്ട എക്സാമ്പിളിൽ 10 ടൈംസ് ആയോ എന്നായിരുന്നു നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാവാം നമ്മൾ ചെക്ക് ചെയ്യണത്. അല്ലെങ്കിൽ സംടൈംസ് ടു ഡിറ്റർമൈൻ വെദർ എ പെർട്ടിക്കുലർ കണ്ടീഷൻ ഹാസ് മെറ്റ്, അങ്ങനെയാവാം. അതായത് എന്തെങ്കിലും ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്തോ എന്ന് നോക്കാനാവാം, അല്ലെങ്കിൽ ഇത്രയും ടൈംസ് എക്സിക്യൂട്ട് ചെയ്തോ നോക്കാനാവാം. അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പാർട്ട് ഉണ്ടാവും. ആ കണ്ടീഷനകത്ത് നമ്മൾ യൂസ് ചെയ്യുക ഈ കണ്ടീഷൻ വേരിയബിളാണ്. കണ്ടീഷൻ വേരിയബിൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു എക്സ്പ്രഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ അതിനെ ടെസ്റ്റ് ചെയ്യുക. ദെൻ ഇൻക്രിമെൻറ്റിംഗ് ഓർ അപ്ഡേറ്റിംഗ് ദി കണ്ടീഷൻ വേരിയബിൾ, ഇങ്ങനെ ഒരു കാര്യം അതിനകത്തുണ്ടാവും. ഇതിൻ്റെ ഓർഡർ ഇങ്ങനെ ആയിരിക്കില്ല, ഓരോ തരം ലൂപ്പിൽ ഓരോ പോലെ ആയിരിക്കും. എൻട്രി കൺട്രോൾഡ് ലൂപ്പാണെങ്കിൽ ഈ സെറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നേരെ ഈ കണ്ടീഷൻ വേരിയബിൾ ടെസ്റ്റ് ചെയ്യണതായിരിക്കും ഉണ്ടാവുക. എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പിലാണെങ്കിൽ ഇത് അവസാനമാണ് ഉണ്ടാവുക. പിന്നെ ഇൻക്രിമെൻറ്റിംഗ് ഓർ അപ്ഡേറ്റിംഗ് കണ്ടീഷൻ വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കൗണ്ട് എന്ന് പറഞ്ഞതായിരുന്നു നേരത്തെ എടുത്ത കണ്ടീഷൻ വേരിയബിൾ. ആ കൗണ്ടിന് നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്തു പോയി. ചില സമയത്ത് അത് വെറുതെ 1 വെച്ചിട്ടുള്ള ഇൻക്രിമെന്റ് ആയിരിക്കില്ല. നമ്മുടെ പ്രോഗ്രാമിന്റെ പേർപ്പസ് എന്താണോ അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ കണ്ടീഷൻ വേരിയബിളിനെ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യണം തീരുമാനിക്കുക. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ടാവും. അതായത് കണ്ടീഷൻ വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ടാവും. ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സിന്റെ ഒരു എക്സിക്യൂഷൻ ഉണ്ടാവും. ദെൻ ഒരു ടെസ്റ്റിംഗ് ഉണ്ടാവും. ദെൻ അപ്ഡേറ്റിംഗ് ഓഫ് കണ്ടീഷൻ വേരിയബിൾ ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് നോർമലി ഒരു ലൂപ്പിൽ ഉണ്ടാവുക. ചില ലൂപ്പുകളൊക്കെ കണ്ടീഷൻ വേരിയബിൾ എന്ന് പറഞ്ഞിട്ട് തന്നെ അങ്ങനെ നമുക്ക് ഡെസിഗ്നേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വേരിയബിൾ തന്നെ ഉണ്ടാവണം എന്നില്ല. അത് നമുക്ക് കൂടുതൽ പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. ഇനി സീയുടെ അകത്ത് 3 ലൂപ്പിംഗ് കൺസ്ട്രക്ട്സ് ആണുള്ളത്, അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് 3 എണ്ണാണുള്ളത്. ദി വൈൽ ലൂപ്പ്. വൈൽ ലൂപ്പ് എന്ന് പറഞ്ഞാൽ അതിനെ യൂസ് ചെയ്യുന്ന കീവേഡ് വൈൽ എന്നുള്ളതാണ്. ദെൻ ഡു ലൂപ്പ്. ഡു ലൂപ്പിന്റെ കീവേഡ് ഡു ആണ്. ദെൻ ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പിന്റെ കീവേഡ് ഫോർ. അപ്പോൾ ഇങ്ങനെ 3 കീവേഡ്സ് ആണ് നമ്മൾ ലൂപ്പിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. വൈൽ ലൂപ്പ്, ഡു ലൂപ്പ് ആൻഡ് ഫോർ ലൂപ്പ്. ഇതിൽ വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് എൻട്രി കൺട്രോൾഡ് ആണ്. ഡു ലൂപ്പ് എക്സിറ്റ് കൺട്രോൾഡ് ആണ്. ഫോർ ലൂപ്പ് എൻട്രി കൺട്രോൾഡ് ആണ്. അപ്പം ഇത്രയും 3 ലൂപ്പുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇനി ഓരോ ലൂപ്പായിട്ട് നെക്സ്റ്റ് വീഡിയോസിലൊക്കെ കാണാം.